മഞ്ജു വർഷങ്ങളായി കാത്തിരുന്ന ആ ഒരു നിമിഷം എത്തിച്ചേർന്നിരിക്കുകയാണ്. താരം തന്റെ പ്രിയപ്പെട്ടവർക്കൊപ്പമുള്ള ഈ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടപ്പോൾ ആരാധകരും അത് ഇരുകൈനീട്ടിയാണ് സ്വീകരിച്ചത്. കഴിഞ്ഞ ദിവസം മഞ്ജു വാര്യർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഫോട്ടോ സോഷ്യൽ മീഡിയ വൈറലാക്കി മാറ്റിയിരുന്നു. തന്റെ വളർത്തു നായ്ക്കൊപ്പം നിൽക്കുന്ന മഞ്ജുവിന്റെ ഫോട്ടോയും അതിനിടയിലെ ക്യാപ്ഷനുമാണ് ശ്രദ്ധ നേടിയത്. സ്നേഹവും വിശ്വാസ്യതയും ക്ഷമയും എപ്പോഴും ജീവിതത്തിൽ നിലനിർത്താൻ ഇവ നമ്മെ പഠിപ്പിക്കുന്നുവെന്ന ക്യാപ്ഷനോടെയായിരുന്നു താരം ഈ വീഡിയോ പങ്കുവച്ചത്. മഞ്ജു ഇത് പങ്കുവച്ചപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം പറഞ്ഞത് ഇത് ആരൊക്കെയോ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് എന്നാണ്. പ്രായം റിവേഴ്സ് ഗിയറിൽ പോകുന്നു എന്നും അമ്മ മകളെ കടത്തി വെട്ടുന്നുവെന്നും പ്രേക്ഷകർ ഈ ചിത്രത്തിന് താഴെ കമന്റുകളായി രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോഴിതാ താരം മറ്റൊരു ചിത്രവുമായി എത്തിയിരിക്കുകയാണ്. കാലങ്ങളുടെ കാത്തിരിപ്പെന്നാണ് ഇതിൽ കുറിച്ചിരിക്കുന്നത്. പ്രേക്ഷകരും ഇത് ഇരുകൈനീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു. സംവിധാനം, ഡബ്ബിംഗ്, പരസ്യ ചിത്രങ്ങളുമൊക്കെയായി സജീവമാണ് ജിസ്റ്റോയ്. താരങ്ങളെല്ലാമായി അടുത്ത സൗഹൃദം നിലനിർത്തുന്നുണ്ട് അദ്ദേഹം. സോഷ്യൽ മീഡിയയിലൂടെയും വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. ഇപ്പോഴത്തെ മഞ്ജു വാര്യർക്കൊപ്പമുള്ള ചിത്രം പങ്കിട്ടിരിക്കുകയാണ് ജിസ്. നീലത്തൊപ്പി, പച്ചക്കണ്ണട, ചുവന്ന ഫ്ലോർ എന്ന ക്യാപ്ഷനോടെയായിരുന്നു ചിത്രം പങ്കുവച്ചത്. കുറെ കാലത്തിന് ശേഷമാണ് മഞ്ജുവിനെ കണ്ടത്. ആ നിമിഷം ഫോട്ടോയിലുമാക്കി. ബിനീഷ് ചന്ദ്രനാണ് ചിത്രം പകർത്തിയിരിക്കുന്നതെന്നായിരുന്നു ജിസ് കുറിച്ചത്. നിമിഷ നേരം കൊണ്ടായിരുന്നു ചിത്രം വൈറലായി മാറിയത്. കഴിഞ്ഞ ദിവസം മഞ്ജുവും ഈ സന്തോഷം പങ്കുവച്ചെത്തിയിരുന്നു. സ്വന്തം ചിത്രങ്ങളായിരുന്നു താരം പോസ്റ്റ് ചെയ്തത്. മഞ്ജു ലുക്കിലും ഫാഷനിലുമെല്ലാം നടത്തുന്ന പരീക്ഷണങ്ങളെല്ലാം വിജയമാണ്. ഇതെങ്ങനെയാണ് ഈ പ്രായത്തിലും ഇത് സാധിക്കുന്നതെന്ന് അത്ഭുതത്തോടെ ചോദിക്കുന്നവരുമുണ്ട്. സൗഹൃദത്തിന് അങ്ങേയറ്റം പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് മഞ്ജു. പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം കരുത്തായത് അവരുടെ സാന്നിധ്യമാണ്. ആരാധകരും മഞ്ജുവിനൊപ്പം തന്നെയായിരുന്നു. സിനിമാ ലോകവും പ്രേക്ഷകരും ഒരുപോലെ ആഗ്രഹിച്ചതായിരുന്നു മഞ്ജുവിന്റെ തിരിച്ചുവരവ്. ഗുരുവായൂരിലെ ഡാൻസ് പരിപാടി കാണാനായി സിനിമാ ലോകത്തുള്ളവരും എത്തിയിരുന്നു. ആ സമയത്ത് തന്നെ പുതിയ സിനിമകളിൽ നിന്നുള്ള അവസരങ്ങൾ ലഭിച്ചിരുന്നു. റോഷൻ ആൻഡ്രൂസ് ചിത്രമായ ഹവോൾഡാരയിലൂടെയായിരുന്നു മഞ്ജു തിരിച്ചെത്തിയത്. നിരുപമയായുള്ള വരവിന് ഗംഭീര സ്വീകരണമായിരുന്നു ലഭിച്ചത്. കുഞ്ചാക്കോ ബോബൻ ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു. ഈ ചിത്രവുമായി സഹകരിക്കരുതെന്ന തരത്തിൽ തനിക്ക് ഭീഷണികളൊക്കെ വന്നിരുന്നെന്നും അത് വകവയ്ക്കാതെയാണ് താൻ തീരുമാനമെടുത്തതെന്നും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. അന്ന് തുടങ്ങിയ സൗഹൃദം മഞ്ജുവും ചാക്കോച്ചനും ഇന്നും തുടരുന്നുണ്ട്. ഇരുവരുടെയും കുടുംബാംഗങ്ങളും സൗഹൃദം നിലനിർത്തുന്നുണ്ട്. ഇടയ്ക്ക് ഒന്നിച്ച് യാത്രകളൊക്കെ നടത്താറുണ്ട്. ചാക്കോച്ചൻ എനിക്ക് വളരെയധികം വേണ്ടപ്പെട്ട ഒരാളാണ്. എന്റെ കുടുംബത്തിലെ ഒരാൾ എന്ന് തന്നെ പറയാമെന്നായിരുന്നു മഞ്ജു പറഞ്ഞത്. ചാക്കോച്ചന്റെ സിനിമയുടെ റീൽസിലും മഞ്ജു തിയേറ്ററുകളിൽ എത്താറുണ്ട്. സന്തത സഹചാരിയും മാനേജറുമായ ബിനീഷ് ചന്ദ്രനെയും പ്രേക്ഷകർക്ക് പരിചിതമാണ്. യാത്രകളിൽ അദ്ദേഹവും കൂടെ ഉണ്ടാവാറുണ്ട്. മനോഹരമായ ചിത്രങ്ങൾ പകർത്തുന്നത് ബിനീഷാണ്. വിശേഷ ദിവസങ്ങളിലെല്ലാം ആശംസകളായി ഇരുവരും എത്താറുണ്ട്. യാത്രകളിലും ഇരുവരും ഒന്നിച്ച് ചേരാറുമുണ്ട്. മഞ്ജുവിനെ ഇത്ര അപ്ഡേറ്റ് ആയി കൊണ്ടുപോകുന്നത് ബിനീഷ് തന്നെയാണെന്നാണ് സോഷ്യൽ മീഡിയയിലെ മറ്റൊരു വർത്തമാനം.